ലൈവ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി. പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂക്ഷ വിമർശനം. ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന് ചോദ്യം. അന്വേഷണം വൻ സ്രാവുകളിലേക്ക് നീളണമെന്ന് കോടതി. സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും അറസ്റ്റിൽ. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ ഇഡിയും എത്തുന്നു. എല്ലാ രേഖകളും ഇഡിക്ക് കൈമാറാൻ നിർദ്ദേശം. നടിയെ ആക്രമിച്ച കേസിൽ വൈകാരിക പ്രതികരണവുമായി അതിജീവിത. അതിക്രമം പോലീസിൽ പറഞ്ഞതാണോ തെറ്റെന്ന് ചോദ്യം. നിയമ നടപടിക്ക് പോയതിനു പകരം ആത്മഹത്യ ചെയ്യണമായിരുന്നു എന്നും അതിജീവിത. പ്രതികരണം രണ്ടാം പ്രതി മാർട്ടിന്റെ വീഡിയോയ്ക്കെതിരെ. ദിലീപിനെതിരെ സംസാരിച്ചാൽ മുഖത്ത് ആസിഡൊഴിക്കുമെന്ന് ഭാഗ്യലക്ഷ്മിക്ക് ഭീഷണി. OTA-KTA ഗാനത്തിൽ യു-ടേൺ എടുത്ത് സർക്കാർ. പുതിയ കേസ് വേണ്ടെന്ന നിലപാട്. ആദ്യത്തെ കേസിൽ വലിയ ആവേശം വേണ്ടെന്നും തീരുമാനം. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പാട്ട് നീക്കാൻ മെറ്റയ്ക്കും ഗൂഗിളിനും കത്തുമയക്കില്ല. സൽബുദ്ധി ഉദിച്ചെന്ന് കോൺഗ്രസ്. സ്റ്റേഷനിൽ ഗർഭിണിയെ മർദ്ദിച്ച CI പ്രതാപചന്ദ്രൻ സ്ഥിരം പ്രശ്നക്കാരൻ. പ്രതാപനെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത്. മജിസ്ട്രേറ്റ് തല അന്വേഷണം ആവശ്യപ്പെട്ട് ട്രൈബോൾ കോടതിയിൽ. CIയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ആവശ്യം. എലപ്പള്ളി ബ്രൂവറിയിൽ സർക്കാരിന് തിരിച്ചടി. ഒയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് കോടതി. ഉത്തരവാദിത്തം വാട്ടർ അതോറിറ്റിക്കെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ് എക്സൈസ് മന്ത്രി. തെരഞ്ഞെടുപ്പ് ഫലത്തിനു പിന്നാലെ ഇടുക്കി CPIയിൽ പൊട്ടിത്തെറി. KK ശിവരാമന്റെ ആരോപണങ്ങൾ തള്ളി പാർട്ടി. മാഫിയ പ്രവർത്തനത്തെ തള്ളിക്കളഞ്ഞ പ്രസ്ഥാനമാണ് CPI എന്ന് ജില്ലാ നേതൃത്വം. ദക്ഷിണാഫ്രിക്കെതിരായ T20 പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യ. നിർണായക മത്സരം 7 മണിക്ക് അഹമ്മദാബാദിൽ. ഓപ്പണർ സ്ഥാനത്തേക്ക് സഞ്ജു. അടുത്ത T20 ലോകകപ്പിലെ ഇന്ത്യൻ ടീമിനെ നാളെ അറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അന്വേഷണത്തിൽ സംശയമുണ്ടെന്നും ഫലപ്രദമല്ലെന്നും കോടതി പറഞ്ഞു. ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന് കോടതി ചോദിച്ചു. അന്വേഷണം വൻ സ്രാവുകളിലേക്ക് നീളണം. വിവേചനമില്ലാതെ അന്വേഷണം പൂർത്തിയാക്കണമെന്നും SITക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലാണ് SITക്കെതിരെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഡിസംബർ 5 ശേഷം പ്രത്യേക അന്വേഷണ സംഘം ആലസ്യത്തിലെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. അതായത് ഈ കേസിലെ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായിട്ടുള്ള ശങ്കർദാസിനെയും അഡ്വക്കേറ്റ് വിജയകുമാറിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അതിൽ സ്വർണം പൂശാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ നൽകാനുള്ള തീരുമാനം, വിട്ടു നൽകാനുള്ള തീരുമാനം ദേവസ്വം ബോർഡിന്റെ കൂട്ടായ തീരുമാനമായിരുന്നു. പക്ഷെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ മാത്രമാണ് ഈ കേസിൽ പ്രതി ചേർത്തത്, അറസ്റ്റ് ചെയ്തത്. ശങ്കർദാസിനെതിരെയും അതോടൊപ്പം വിജയകുമാറിനെതിരെയും എന്തുകൊണ്ട് ഇതുവരെയും നടപടി സ്വീകരിച്ചില്ല, രണ്ടുപേരെയും പ്രതി ചേർക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തില്ല എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാത്തത് ആശ്ചര്യകരമാണ്. വിവേചനമില്ലാതെ അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒരു കാരണവശാലും കുറ്റവാളികളെ വേർതിരിച്ച് കാണരുത്. അതായത് പത്മകുമാറിനെ പ്രതി ചേർക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ കേസിൽ ശങ്കർദാസിനെയും വിജയകുമാറിനെതിരെയും ഒരു നടപടിയും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ കർശനമായ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം പത്മകുമാറിനൊപ്പം ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഈ ക്രിമിനൽ കേസിൽ ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. അന്വേഷണം ഫലപ്രദമല്ല എന്നും ഹൈക്കോടതി വിമർശിക്കുകയാണ്. അന്വേഷണത്തിൽ സംശയമുണ്ട് എന്നാണ്. അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ സംശയമുനയിൽ നിർത്തുന്ന രീതിയിലാണ് ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ. പ്രത്യേക അന്വേഷണ സംഘത്തിലെ SP ശശിധരനോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ, അതായത്
ഇനി കേസ് പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകണം. അതിന് മുൻപ് തന്നെ ഈ ശങ്കർദാസിനെതിരെയും വിജയകുമാറിനെതിരെയും നടപടി ഉണ്ടാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇനി SITയുടെ നീക്കങ്ങൾ അതിനിർണായകമായിരിക്കും. ഈ ഹൈക്കോടതി ഈ കേസിൽ കൃത്യമായ നിരീക്ഷണം നടത്തുന്നതിനാൽ, ഇത്തരം താക്കീത് നൽകിയതിനാൽ, വിമർശനം ഉന്നയിച്ചതിനാൽ പ്രത്യേക അന്വേഷണ സംഘം ഇനി കൂടുതൽ അറസ്റ്റിലേക്കും കടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ ഇഡിക്ക് അന്വേഷണത്തിന്റെ മുഴുവൻ രേഖകളും കൈമാറാൻ കൊല്ലത്തെ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. സമാന്തരമായി ഇഡി അന്വേഷണം നടക്കുന്നത് നിലവിലെ അന്വേഷണത്തെ ബാധിക്കുമെന്ന SITയുടെ വാദം തള്ളിയാണ് കോടതി ഉത്തരവിട്ടത്. നേരത്തെ ഹൈക്കോടതി ഇഡി അന്വേഷണമാവാമെന്ന് നിലപാടെടുത്തെങ്കിലും കേസ് രേഖകൾ കൈമാറുന്ന കാര്യം വിചാരണ കോടതി തീരുമാനമെടുക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇരുഭാഗത്തിന്റെയും വാദം കേട്ട ശേഷമാണ് ഇന്ന് വിജിലൻസ് കോടതി വിധി പറഞ്ഞത്. സ്വർണ്ണക്കൊള്ളയിൽ നടന്ന കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കാനാണ് FIRഉം റിമാൻഡ് റിപ്പോർട്ടും അടക്കമുള്ള രേഖകൾ ഇഡി ആവശ്യപ്പെട്ടത്. സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസി കൂടി വരുന്നതോടെ കൂടുതൽ ഉന്നതരടക്കം കുടുങ്ങുമോ എന്നതാണ് അറിയേണ്ടത്. ശബരിമലയിൽ നിർണായക അറസ്റ്റുമായി SIT സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധനും അറസ്റ്റിലായി. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 9 ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുക. ഡാന്, ഈ സ്വർണം പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിന് നിർണായക റോളുണ്ടല്ലോ, പ്രത്യേകിച്ചും അവിടെ എത്തിച്ചാണ് ഇത് പൊളിച്ചത് എന്നൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയായിരുന്നു മൊഴികളും മറ്റും. ഇപ്പോൾ കൂടുതൽ എന്തെങ്കിലും പങ്കാളിത്തം ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ടോ SIT? പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികൾക്കെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ 2 അറസ്റ്റുകൾ SITയുടെ ഭാഗത്ത് നിന്ന് ബംഗളൂരുവിൽ ഉണ്ടായിരിക്കുന്നത്. ഈ സ്വർണം കട്ടളപ്പാളിയിലെയും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെയും സ്വർണം ഉരുക്കിയെടുത്തത് സ്മാർട്ട് ക്രിയേഷൻസിലാണ്. ബാംഗ്ലൂരുവിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഈ സ്വർണം എത്തിച്ച് 2019 അവിടെ നിന്ന് സ്വർണം ഉരുക്കിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ ഉരുക്കിയെടുത്ത സ്വർണം വിറ്റത് ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനാണ്. അങ്ങനെയാണ് ബെല്ലാരി സ്വദേശിയായ ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒയായ പങ്കജ് ഭണ്ഡാരിയെയും പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ വൈകാതെ തന്നെ തിരുവനന്തപുരത്തെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിക്കും. അതിനുശേഷം പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും. ഒരുപക്ഷെ കൊല്ലം വിജിലൻസ് കോടതിയിലാണോ അതോ പത്തനംതിട്ട കോടതിയിലായിരിക്കുമോ ഹാജരാക്കും എന്നതിലൊരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ആദ്യം കണ്ടെത്തിയ ചില വിവരങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്ക് SIT കടന്നിരുന്നു. അത് ഈ ഉരുക്കിയെടുത്ത സ്വർണം രാജ്യാന്തര സംഘങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടോ, അതായത് ഈ ഇത്തരത്തിൽ ആന്റിക്സ് വിൽക്കുന്ന രാജ്യാന്തര സംഘങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടോ, സ്വർണ്ണക്കൊള്ള സംഘങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടോ എന്നതായിരുന്നു സംശയം. അത് ബലപ്പെടുത്തുന്ന ചില സൂചനകളാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോട് ഒരു വ്യവസായി പങ്കുവച്ചത്. ആ വ്യവസായിയിൽ നിന്നും കഴിഞ്ഞ ദിവസം അതീവ രഹസ്യമായി SIT മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് SITയുടെ പരിശോധന നടക്കുന്നതിനിടയിലാണ് സ്മാർട്ട് ക്രിയേഷൻ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുടെയും ഒപ്പം തന്നെ ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. നേരത്തെ ഇവരുടെ ഭാഗത്തുനിന്ന് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് മൊഴിയെടുത്തിരുന്നു. അന്ന് മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പോൾ ആവർത്തിക്കുന്നതെങ്കിൽ അവരുടെ നില കൂടുതൽ ഒരു പരിങ്ങലാകുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും വിശദമായ ഒരു ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഈ രണ്ടുപേരുമായും SIT നടത്തുമെന്നാണ് അറിയുന്നത്. വൈകാതെ തലസ്ഥാനത്ത് അവരെ എത്തിച്ച ശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലും, തുടർന്ന് കോടതിയിൽ ഹാജരാക്കുന്ന ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നതാണ് വിവരം. അതാണ് സാഹചര്യം. ഏതായാലും നിർണായകമായ അറസ്റ്റുകളിലേക്ക് SIT കടക്കുന്നു എന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതാണ്. സ്വർണ്ണക്കവർച്ചയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന UDF ആരോപണം കോടതി അടിവരയിട്ടുവെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യ സമ്മർദ്ദം അന്വേഷണ സംഘത്തിന് മേൽ ചുമത്തിയിരുന്നു. സത്യസന്ധമായി അന്വേഷണം നടത്തിയാൽ കടകംപള്ളിയിലേക്ക് എത്തും. ED അന്വേഷിക്കുന്നതിൽ കുഴപ്പമില്ലെന്നും സതീശൻ പറഞ്ഞു. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഒരു ഗൌരവതരമായ ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചു. ആ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITയുടെ മീതെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മീതെ അനാവശ്യമായി സമ്മർദ്ദം ചെലുത്തുന്നു. അവരുടെ സമ്മർദ്ദം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യുന്നില്ല, പ്രധാനപ്പെട്ട ആളുകളുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമായി SITയുടെ മീതെ ഉണ്ടായിരുന്നു എന്നായിരുന്നു ഞങ്ങൾ ആക്ഷേപിച്ചത്. ഇന്ന് ഹൈക്കോടതി ആ ആരോപണത്തിന് 2 അടിവരയിട്ടിരിക്കുകയാണ്. കാരണം പ്രധാനപ്പെട്ട ആളുകളെ, ദേവസ്വം ബോർഡ് അംഗങ്ങളെ
അറസ്റ്റ് ചെയ്തില്ല, അവരെ പ്രതി ചേർത്തില്ല, വൻ സ്രാവുകളിലേക്ക് നീങ്ങിയില്ല. ഇതിൽ കൂടുതൽ ഹൈക്കോടതിക്ക് പറയാൻ പറ്റില്ലല്ലോ. വൻ സ്രാവുകളിലേക്ക് നീങ്ങിയില്ല. അതായിരുന്നു ഞങ്ങൾ ആരോപണം ഉന്നയിച്ചത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന് വീണ്ടും പ്രതിക്കൂട്ടിലാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായി SIT-യുടെ മീതെ സമ്മർദ്ദം ചെലുത്തിയത്. കോടതി നിരീക്ഷണം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചു. EDയും അന്വേഷിക്കട്ടെ, SIT-ക്ക് മേൽ സർക്കാർ നിയന്ത്രണമാണെന്നും KPCC അധ്യക്ഷൻ ആരോപിച്ചു. M. പത്മകുമാറിനെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമെന്ന സൂചന നൽകി CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. സംസ്ഥാന നേതൃത്വം നിർദ്ദേശിക്കുന്ന മുറയ്ക്ക് നടപടി ഉണ്ടാകും. ജില്ലാ നേതൃത്വത്തിന് ഇതുവരെ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ല. സ്വർണ്ണക്കൊള്ള പാരഡി ഗാനത്തിൽ CPM ഇതുവരെ പരാതി നൽകിയിട്ടില്ലെന്നും രാജു എബ്രഹാം പറഞ്ഞു. പാരഡി സംബന്ധിച്ച് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് പാർട്ടിയല്ല. പാരഡി സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പാരഡി സംബന്ധിച്ച് പരാതി കൊടുത്തിരിക്കുന്നത് തിരുവാഭരണ സംരക്ഷണ സമിതി എന്ന സ്വതന്ത്ര സമിതിയാണ്. അത് പാർട്ടിക്ക് അതുമായിട്ട് ബന്ധമില്ല. അപ്പം നമ്മൾ ഇന്നലെയൊക്കെ വാർത്ത ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പാർട്ടി ഇടപെടുന്നു. പാർട്ടി അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും ഇടപെടുന്നൊരു പാർട്ടിയല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് CPM ഇടതുപക്ഷം. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ന് അക്കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവാഭരണ സംരക്ഷണ സമിതി, ആ സമിതി കൊടുത്തൊരു പെറ്റീഷനാണ്. ആ പെറ്റീഷൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അയ്യപ്പനെ ഉപയോഗിച്ചു. അതാണ് അവരുടെ പെറ്റീഷൻ ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മളുമായിട്ട് അതെ, നമുക്കതിനകത്ത് ബന്ധമില്ല. പാർട്ടി നിലപാട് സ്വീകരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുമെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഞാൻ ആലോചിച്ചിട്ട് അറിയിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റർ N. വാസുവിന് ജാമ്യമില്ല. വാസുവിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. മാത്രമല്ല, ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനും മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനും കോടതി ജാമ്യം നിഷേധിച്ചു. വീണ്ടും വൈകാരികവും ശക്തവുമായ പ്രതികരണവുമായി അതിജീവിതയായ നടി. ആക്രമിക്കപ്പെട്ട കേസിലെ നടിയാണ് ഇത്തരത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത്. തനിക്കെതിരെ അക്രമം നടന്നപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടതാണ് താൻ ചെയ്ത തെറ്റെന്ന് വൈകാരികമായി പ്രതികരിച്ചാണ് അതിജീവിത രംഗത്തെത്തിയത്. കേസിൽ 20 വർഷം കഠിന തടവിന് വിധിക്കപ്പെട്ട മാർട്ടിൻ ആന്റണി പുറത്തുവിട്ട വിവാദ വീഡിയോയ്ക്ക് മറുപടി നൽകിക്കൊണ്ടാണ് അതിജീവിതയുടെ പ്രതികരണം. VV വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇതിനു മുൻപും ഇത്തരത്തിൽ പല പ്രതികരണങ്ങളും വൈകാരികമായി തന്നെ നടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവർക്ക് ഈ കേസിൽ നീതി കിട്ടിയില്ല എന്നൊരു കോടതി വിധിയുമായി ബന്ധപ്പെട്ട് തൃപ്തിയില്ല എന്ന കാര്യം എവിഡൻ്റാണ്. മുഖ്യമന്ത്രി അതിനുശേഷം അവർ വന്ന് കണ്ടിരുന്നു തിരുവനന്തപുരത്ത്. ഇപ്പോൾ ഈ മാർട്ടിൻ്റെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്താണ് അവർ പറയുന്നത്? എന്ത് നടപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്? രഞ്ജിത്ത്, ഈ കോടതി വിധി വന്ന ശേഷം രണ്ടാമത് തവണയാണ് അതിജീവിത ഇത്തരത്തിലൊരു കുറിപ്പുമായി രംഗത്തെത്തുന്നത്. ഈ രണ്ട് കുറിപ്പുകളും പരിശോധിക്കുമ്പോൾ അവർ നേരിടുന്ന ഒരു ട്രോമ തന്നെയാണ് ഇതിൽ തെളിഞ്ഞു നിൽക്കുന്നത്. കാരണം ആദ്യത്തെ കുറിപ്പ് വന്നത് കോടതി വിധിയുമായി ബന്ധപ്പെട്ടുള്ള നിരാശയായിരുന്നു. അതിൽ പൂർണ്ണമായും കോടതിയുടെ ഭാഗത്തു നിന്നൊരു നീതി നിഷേധമുണ്ടായി, ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ നീതി നിഷേധമുണ്ടായി എന്ന കാര്യമാണ് വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഈ കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ ഒരു വീഡിയോയുമായി രംഗത്തെത്തുന്നത്. അതിൽ പറയുന്നത് അതിജീവിതയും മഞ്ജു വാര്യരും ഒക്കെ ചേർന്നുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു. പൾസർ സുനിയൊക്കെ ഇവരുടെ കൂട്ടാളിയാണ്. ഇതിൽ നിർമ്മാതാവും നടനും ഒക്കെയായ ലാലിന് ബന്ധമുണ്ട്, ലാലിൻ്റെ മകന് ബന്ധമുണ്ട്. ഇവരെല്ലാം ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയായിരുന്നു എന്ന തരത്തിലായിരുന്നു മാർട്ടിൻ്റെ വീഡിയോ പുറത്തു വന്നത്. ആ വീഡിയോയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ അതിജീവിത വീണ്ടും ഒരു വൈകാരികമായ കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് താൻ ചെയ്ത തെറ്റ്, ഇങ്ങനെ ഒരു ക്രൈം നടന്നപ്പോൾ അത് പോലീസിനെ അറിയിച്ചു എന്നതാണ്. അങ്ങനെ അറിയിക്കാണ്ടായിരുന്നോ എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ സംഭവിച്ചതെല്ലാം വിധിയെന്ന് കരുതി മിണ്ടാതിരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ഈ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്ന ചോദ്യം സമൂഹത്തിൽ നിന്നുയരും. അപ്പോൾ താൻ നിശബ്ദമായി ഇരിക്കണമായിരുന്നോ, ആത്മഹത്യ ചെയ്യണമായിരുന്നോ എന്ന ഏറ്റവും വൈകാരികമായ തരത്തിലുള്ള ഒരു കുറിപ്പായി ഇത് കാണണം. 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച മാർട്ടിൻ ജയിലിലേക്ക് പോകുന്നതിന് മുൻപാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം പറയുന്നു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ
എന്ന ഒരു കാര്യം കൂടിയാണ് ഇതിൽ പറയുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ഈ ക്രിസ്മസ് വിരുന്നുണ്ടായിരുന്നു, അതിലേക്ക് അതിജീവിത എത്തിയിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവർക്ക് ആത്മവിശ്വാസം പകരുന്ന നിലയിലാണ് നിലപാട് സ്വീകരിച്ചത്. കലങ്ങിയ കണ്ണുകളുമായി ഇനി കാണരുത് എന്ന തരത്തിലൊരു ഉപദേശം കൂടി നൽകിയിരുന്നു. പക്ഷേ തുടർച്ചയായി പല കോണുകളിൽ നിന്ന് അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളോ വീഡിയോകളോ ഒക്കെ തന്നെ വരുന്നു. ഇത്തരമൊരു മാർട്ടിൻ്റെ വീഡിയോ വന്ന ശേഷം ആ വീഡിയോയ്ക്ക് വന്ന കമൻറ്റുകൾ പോലും അവരെ വല്ലാതെ അപമാനിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളും ആ തരത്തിലുള്ള പരാമർശങ്ങളുമായിരുന്നു. ഇതിൽ CBI വരുന്നു, മറ്റൊരു തരത്തിലുള്ള ഗൂഢാലോചനയാണ് നടന്നത് എന്ന തരത്തിൽ പൂർണ്ണമായും അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ഇതിൻ്റെ പരാമർശങ്ങൾ. ഈ വീഡിയോ നീക്കം ചെയ്യുന്നതിന് പോലീസിന് നേരത്തെ തന്നെ അവർ പരാതി നൽകുകയും ചെയ്തിരുന്നു. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും നടി വീണ്ടും അതിവൈകാരിക പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. ദിലീപിനെതിരെ സംസാരിച്ചാൽ മുഖത്ത് ആസിഡൊഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്ന ശേഷമുള്ള ശക്തമായ നിലപാടുകളുടെ പേരിലാണ് ഭീഷണി. ഫോൺ കോളിലൂടെയാണ് ആസിഡ് ഭീഷണി മുഴക്കിയതെന്ന് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയുവോടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയും. അപ്പം നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും? നീ ഒഴുക്കി. ഇതൊരു വേറൊരു വിധത്തിലുള്ള ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളോട് ആ സിനിമ കാണരുതെന്ന് പറയാൻ എനിക്കെന്ത് അവകാശം? അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാ. എന്തുകൊണ്ടാണ് എനിക്ക് ഇനി ഡബ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്? ഫോൺ കോളിലൂടെയാണ് വന്നത്. 12/7 എനിക്ക് ഈ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നത്. അയാൾ വിളിച്ച ഉടനെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കോൾ വരുമെന്ന്. അത് കാരണം ഞാൻ പെട്ടെന്ന് കോൾ വന്നപ്പോൾ എടുത്ത ഉടനെ ഇങ്ങനെ പല്ല് കടിച്ച് പിടിച്ച് ഇങ്ങനെ വളരെ കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് നീ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയുവോടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയും, ഇനിയും പറയും. അപ്പം നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും? നീ ഒഴുക്കി എന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങ് കോളങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ കഷ്ടിച്ച് കുറച്ച് സമയമേ സംസാരിച്ചുള്ളൂ. അധികം സംസാരിക്കാനുള്ളൊരു സ്പേസ് 19 സെക്കൻഡേ കോള് പോയുള്ളൂ. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ പാരഡി ഗാനം പോറ്റിയെ കേറ്റിയെ പാട്ടിൽ ഒടുവിൽ സർക്കാരിന്റെ യു-ടേൺ. പുതിയ കേസ് വേണ്ടെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. കഴിഞ്ഞ ദിവസം എടുത്ത കേസിൽ മെല്ലെപ്പോക്കെന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. പാട്ടിൽ കൂടുതൽ കേസ് വേണ്ടെന്ന് ADGP ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പാട്ട് നീക്കില്ലെന്നും മെറ്റയ്ക്കും ഗൂഗിളിലും കത്തയക്കില്ലെന്നും അറിയിപ്പുണ്ട്. പാരഡി ഗാനത്തിന്റെ ലിങ്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന പോലീസ് നിർദ്ദേശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മെറ്റയ്ക്ക് കത്ത് നൽകിയിരുന്നു. ഈ പാരഡിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു വിവാദം ഉയരുകയും അതിന് പിന്നാലെ ആ കേസ് രജിസ്റ്റർ ചെയ്തതിൽ ആശയക്കുഴപ്പം ഉണ്ടാകുകയും ചെയ്തതോടെയാണ് കൂടുതൽ പ്രതിരോധത്തിലാകാതിരിക്കാനുള്ള ഒരു നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ കേസ് പിൻവലിക്കുന്ന കാര്യം ആലോചിക്കുന്നത്. അതേസമയം പിൻവലിക്കുമെന്ന് ഉറപ്പ് പറയുന്നില്ല. തുടർ നടപടികൾ നിർത്തിവെക്കുമെന്ന് മാത്രമാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട 4 പേർക്ക് നോട്ടീസ് നൽകാനുള്ള ഒരു നീക്കത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ മരവിപ്പിക്കും. മാത്രമല്ല ഈ പരാതി വന്നതിന് പിന്നാലെ ഇതേ പാരഡി ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള മറ്റൊരു പാട്ട് CPM കേന്ദ്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുവെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിരുന്നു. ഇതോടെയാണ് ഇതിന്റെ അപകടം ആഭ്യന്തര വകുപ്പ് തിരിച്ചറിഞ്ഞത്. അതായത് സമാനമായ ഈ പാരഡിയിൽ ഒരു സ്ഥലത്ത് കേസെടുക്കുകയും മറുവശത്ത് അതേ പരാതിയിൽ കേസെടുക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യമാകും. ആ പശ്ചാത്തലത്തിൽ ഇതുവരെയുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കുകയും തുടർന്നങ്ങോട്ട് സമാനമായ തരത്തിലുള്ള വിവാദങ്ങളിൽ കേസെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു നയമായിരിക്കും ഏറ്റവും ഉചിതമെന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു എന്നാണ് വിവരം. അതിനിടയിലാണ് ഈ പാട്ട് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലെ ചില അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ചില അക്കൗണ്ടുകളിൽ നിന്ന് പൂർണ്ണമായി തന്നെ അത് നീക്കം ചെയ്ത് കഴിഞ്ഞു. ശേഷിക്കുന്നവയിൽ നിന്നുകൂടി അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മെറ്റയ്ക്ക് കത്തയച്ചത്. പക്ഷേ അതടക്കമുള്ള നടപടികളിൽ ഒരു തുടർ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിലില്ല. മാത്രവുമല്ല പ്രതിപക്ഷ നേതാവ് VD സതീശൻ മെറ്റയ്ക്കൊരു കത്തയച്ചിരിക്കുകയാണ്. അങ്ങനെ പോലീസ് നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു നടപടിയെടുക്കാനാവില്ല. ഇതിൽ കൃത്യമായി നിയമ സംവിധാനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുന്നതിന് മുമ്പ്
ഈ പോലീസ് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പാട്ട് നീക്കം ചെയ്യാനാവില്ല എന്ന് ആവർത്തിച്ചാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മെറ്റയ്ക്ക് കത്തയച്ചിരിക്കുന്നത്. ഇതടക്കമുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട തുടർന്നങ്ങോട്ട് ഏത് പരാതികൾ വന്നാലും അതിൽ കേസെടുക്കേണ്ടതില്ല എന്നൊരു നിയമോപദേശത്തിലേക്ക്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോലീസും എത്തിയിരിക്കുന്നതെന്നാണ് വിവരം. പോറ്റിയെ കേറ്റിയെ പാട്ടിൽ വൈകിയാണെങ്കിലും സർക്കാരിന് സൽബുദ്ധി ഉദിച്ചുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പാലടിയിലെ വരികൾ കേരളത്തിലെ ജനഹൃദയങ്ങളിൽ പതിഞ്ഞുവെന്നും പാലയുടെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനുള്ള നീക്കം മറ്റൊരു മണ്ടത്തരമാണെന്നും സണ്ണി ജോസഫ് പരിഹസിച്ചു. ഏതായാലും അവർക്ക് വൈകിയാണെങ്കിൽ പോലും അവർക്ക് ബുദ്ധി ഉദിച്ചു, സൽബുദ്ധി ഉദിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഈ ആക്ഷേപത്തിൽ CPM ഇന്ന് കാലിടറി വീഴുകയാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ പാട്ടിലെ വരികൾ കേരളത്തിലെ ജനഹൃദയങ്ങളിൽ പതിഞ്ഞ വരികൾ തന്നെയാണ്. അത് മറ്റൊരു മണ്ടത്തരം. കമ്മീഷൻ തീരുമാനിക്കട്ടെ. തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവരും ഈ പാട്ടിന്റെ ബലത്തിൽ ഈ പാട്ട് കേട്ട് വോട്ട് ചെയ്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇലക്ഷൻ റിസൾട്ട് മുഴുവൻ കമ്മീഷൻ പരിശോധിക്കട്ടെ. LDF സർക്കാരിനെ പാടിപ്പാടി താഴെ ഇറക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അയ്യപ്പ വിശ്വാസികളുടെ വികാരം വ്രണപ്പെട്ടത് പാരടി പാടിയപ്പോഴല്ല, സ്വർണം കട്ടപ്പോഴെന്നും പാരടിപ്പാട്ട് ഇനിയും പാടുമെന്നും ചെന്നിത്തല പറഞ്ഞു. അത് പാടുന്നതിന് എന്താ കുഴപ്പം? പാരടി ഗാനങ്ങൾ ആദ്യമായിട്ടാണോ കേരളത്തിൽ പാടുന്നത്? അതാരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നല്ല. ഭക്തരുടെ ഹൃദയവികാരങ്ങളെ വെല്ലുവിളിക്കുന്നത് സ്വർണം കട്ടതാണ്. സ്വർണം കട്ടവരെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് പാട്ടുപാടിയതിനെതിരെ കേസ് കൊടുക്കുന്നത്. എന്ത് വിരോധാഭാസമാണ്? സ്വർണം കട്ടവരെ പാർട്ടിയിൽ പുറത്താക്കാത്തവരാണ് പാട്ടെഴുതിയതിനെ പറ്റി കോടതി കേസ് കൊടുക്കാൻ പോകുന്നത്. എന്ത് വിരോധാഭാസമാണ്? ഇതൊന്നും ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. പാട്ട് ഇനിയും ഞങ്ങൾ പാടും, ഒരു സംശയവുമാണ്. പാട്ട് പാടി ഈ ഗവൺമെന്റ് ഞങ്ങൾ താഴെ ഇറക്കും. പാട്ട് നിരോധിച്ചാൽ നിരോധിച്ചവന്റെ വീടിന്റെ മുന്നിൽ പോയി കോൺഗ്രസ് നേതാക്കൾ പാടുമെന്ന് കെ മുരളീധരൻ. സ്വർണം കക്കുന്നതാണ് തെറ്റ്. കട്ടവരെക്കുറിച്ച് പാട്ട് പാടുന്നത് തെറ്റല്ലെന്നും അയ്യപ്പനോട് സ്നേഹമുണ്ടെങ്കിൽ ജയിലിൽ കിടക്കുന്ന നേതാക്കളെ പുറത്താക്കണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. ഇതിനെ പാരഡിയായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. അതിൽ ദൈവം നിന്ന ഒരംശം പോലുമില്ല. ഈ സ്വർണം കക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അതല്ലാതെ കട്ടയിനെ കുറിച്ച് പാട്ട് എഴുതുന്ന കുറ്റമല്ല. ഇവിടെ പോറ്റിയെ കേറ്റി സ്വർണം കെട്ടുമെന്നാണ് പാട്ടിന്റെ അർത്ഥം. ഇവിടെ എവിടെയാണ് ദൈവം നിന്ന? ഈ സുധാകരന്റെ ഒരു പോസ്റ്ററുണ്ട്, കക്കും പാലോപിക്കണമായിരുന്നു. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് വല്ലതും ബാൻ ചെയ്താൽ, ബാൻ ചെയ്യുന്നവരുടെ ഓഫീസിന്റെ മുമ്പിൽ ഞങ്ങളുടെ നേതാക്കൾ തന്നെ ഈ പാട്ട് പാടും. അത് ഞങ്ങളെ കൊണ്ട് പാടിപ്പിക്കാതിരിക്കുന്നതാണ് സർക്കാരിന് നല്ലത്. കാരണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അപ്പോൾ കട്ടതിനാണ് ജനങ്ങൾ എതിരായിട്ടുള്ളത്. ഇപ്പോൾ വോട്ട് എതിരായിട്ട് വീണുന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം സമ്മതിച്ചല്ലോ, സ്വർണം കട്ടതിന് കിട്ടിയ ശിക്ഷയാണ്. അതുകൊണ്ട് അയ്യപ്പനോട് സ്നേഹമുണ്ടെങ്കിൽ ജയിലിൽ കിടക്കുന്ന രണ്ടുപേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. കേസുമായി മുന്നോട്ടു പോകുന്നതിൽ നിന്നും പോലീസ് പിന്മാറിയത് സ്വാഗതാർഹമാണെന്ന് പോറ്റിയെ കേറ്റിയെ പാരടി ഗാനത്തിന്റെ അണിയറക്കാർ. ഒപ്പം നിന്നവർക്കെല്ലാം നന്ദി പറയുന്നു. ആരുടെയും മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു വരി പോലും പാട്ടിലില്ലെന്ന് ഉറപ്പായിരുന്നു. സ്വർണ്ണക്കളവിന്റെ പശ്ചാത്തലത്തിലുള്ള പാട്ടിന്റെ രണ്ടാം ഭാഗം ഇറക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോകുമെന്നും സംഘം ന്യൂസ് 18നോട് പറഞ്ഞു. പാരടി വിവാദത്തിൽ നിന്ന് സർക്കാർ പിന്മാറുമ്പോൾ ആ പാട്ടൊരുക്കിയവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. നമ്മുടെ പരിപാടി ചേരുന്നുണ്ട്. 2-3 ദിവസമായിട്ട് വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇതുവരെ ഇല്ലാത്ത വിവാദം, നിങ്ങൾ ആദ്യമായിട്ടല്ല പാട്ട് പാടുന്നത്, പക്ഷെ ഇതുവരെ ഇല്ലാത്ത വിവാദങ്ങൾ വരുന്നു. രാഷ്ട്രീയ നേതാക്കൾ പ്രസ്താവനയായിട്ട് വരുന്നു. കേരളം മുഴുവൻ നിങ്ങൾക്ക് പിന്തുണയായിട്ട് വരുന്നു. ഇപ്പോഴത്തെ ഒരു വിവരം സർക്കാർ എന്നൊക്കെ പിന്മാറണു എന്നുള്ളതാണ്. എങ്ങനെ കണ്ടു? എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തിരിച്ചറിവ് വന്നു എന്നുള്ളതാണ് എൻ്റെ സത്യത്തിൽ. ഇത് ദൈവത്തെ നിന്ദിക്കുന്ന അല്ലെങ്കിൽ ഒരു മതവിഭാഗക്കാർക്കും വേദന ഉണ്ടാക്കുന്ന ഒരു വരി പോലുമില്ലെന്ന് പൂർണ്ണമായ ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നവർക്കൊക്കെ ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ചു എന്നറിഞ്ഞൊരു സന്തോഷം. എന്തായാലും ഇവരൊക്കെ വർഷങ്ങളായിട്ട് കലാഫീൽഡിലുള്ള ആൾക്കാർ, ഇന്നേ വരെ അങ്ങനെ ഒരു സംഗതി പോയിട്ടില്ല. എല്ലാവരും വിഷമത്തിലായിരുന്നു. എല്ലാവരും സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിലാണ് ഞങ്ങൾക്ക് ഇവിടെ കൂടിയത്. സന്തോഷം പിൻവലിക്കാൻ, അങ്ങനെയൊക്കെ വാർത്തയ്ക്കും നല്ല സന്തോഷം. അന്നും ഇവരെല്ലാവരും അത്ര ഉറപ്പുള്ളതുകൊണ്ട് നമുക്ക് വർക്ക് ഏൽപ്പിച്ചു. ഇവരൊക്കെ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയുടെ ഓണറാണത്, കരീം ക.
വർഷങ്ങളായിട്ട് ഈ മേഖലയുള്ള ആളുകളാണ്. അങ്ങനെ അത്രയും ഉറപ്പുള്ളതുകൊണ്ട് ആ വരികളിൽ അങ്ങനെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നൊന്നും ഇല്ലാന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അവരൊക്കെ വർക്ക് ഏൽപ്പിച്ചത്. നമ്മളും അതേപോലെ നമ്മൾ സ്റ്റുഡിയോയിൽ വരുന്ന ഒരുപാട് ഇലക്ഷൻ വർക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്തതാണ്. ഇദ്ദേഹമാണ് എൻ്റെ കൂടെ കോറസ് പാടിയത്, ഇദ്ദേഹമാണത് റെക്കോർഡ് ചെയ്ത സൗണ്ട് എഞ്ചിനീയർ ഇർഷാദ്. ഞങ്ങളൊക്കെ ഇലക്ഷന്റെ ഭാഗമായിട്ട് ഒരുപാട് വർക്ക് ചെയ്യുന്നതാണ്. അതിന്റെ കൂട്ടത്തിൽ ചെയ്തൊരു ഏറ്റവും കൂടുതൽ വൈറലായതും സ്വീകരിയുടെ ഈ പാട്ടായിരിക്കും. അതെ അതെ, പാട്ടാണ് വൈറലായത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത് ഏകദേശം ഒരുപാട് പേര് ഈ പാരഡികളായിട്ട് വരാൻ തുടങ്ങിയത് ഒരു സർക്കാർ പിന്മാറുന്നൊരു ധാരണ കിട്ടിയിരുന്നു അല്ലേ? എങ്ങനെയാണ് ആ ഒരു സമയത്ത് പിന്തുണയൊക്കെ ഒരുപാട് പേര് തന്നിരുന്നില്ലേ? ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും അവരുടെ പിന്തുണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലായാലും സുഹൃത്തുക്കളും ഇതിന്റെ പിന്നണി പ്രവർത്തിച്ചവരെല്ലാവരും ഉണ്ടായിരുന്നു. എന്തായാലും സന്തോഷം. എന്താണ് സുബീർക്ക? വളരെ സന്തോഷം. സമൂഹത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വളരെയധികം അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അതിന് വളരെയധികം സന്തോഷം. ഞങ്ങൾ ഈ വർക്ക് ഇറക്കുമ്പോൾ തന്നെ വിവാദമായപ്പോഴും മനസ്സിലുള്ള വിശ്വാസം ഒരു വരികൾ പോലും ഒരു ഏട് പോലും അതിൽ മതനിന്ദയോ അല്ലെങ്കിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു വരി പോലും ഇല്ല എന്നുള്ള ധൈര്യമാണ്. ആ ധൈര്യത്തിൻ്റെ മുകളിൽ തന്നെയാണ് ധൈര്യപൂർവ്വം നിന്നത്. അത് അതേപോലെ ആയും ചെയ്തു. നോക്കാം, അത് പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ പിൻവലിക്കുന്ന വിഷയങ്ങളൊന്നുമില്ല. നോക്കിയിട്ട് ചെയ്യാം. ഡാനിഷ് പാടാൻ റെഡിയാണെങ്കിൽ ഇറക്കാൻ നമ്മൾ കുഴപ്പമൊന്നുമില്ല. അവരെല്ലാവരും കൂടെ ഉണ്ടല്ലോ എന്തായാലും. അതെ അതെ, നോക്കാം. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിഷയങ്ങളല്ലേ. രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഇലക്ഷൻ കാലത്ത് ലക്ഷക്കണക്കിന് ഗാനങ്ങളാണ് പാരഡി ആയിട്ട് ഇറങ്ങുന്നത്. അതിലൊരു ട്യൂണാണ് ഇപ്പം. അതിൽ വ്യത്യസ്തമായ പാട്ടുകളാണ് എല്ലാവരും ഇറക്കുന്നത്. നമുക്ക് അവസാനിപ്പിക്കാം. സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താബിന്ദനമൂറ്റിയേ, സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, സ്വർണം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, പോറ്റിയേ കേറ്റിയേ, സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താബിന്ദനമൂറ്റിയേ. വലിയ ആശ്വാസം. ഇനി രണ്ടാം ഭാഗം ഇതിനേക്കാൾ വലിയ സ്വീകാര്യത ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാല്ലേ? തീർച്ചയായും എല്ലാവരും കൂടെ ഉണ്ടെന്നുള്ളപ്പോൾ മനസ്സിലായി, നീതിക്കൊപ്പം എല്ലാവരും കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ പോരാട്ടം തുടരും. എന്റെ രണ്ടാം ഭാഗം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വിവാദമാക്കിയവരൊക്കെ ശ്രദ്ധിക്കുക. ഇവരുടെ ഈ ഒരു ഗാനങ്ങളൊക്കെ തുടരുക തന്നെ ചെയ്യും. മലപ്പുറം CB അനുമോദ്, ന്യൂസ് 18. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസ് മർദ്ദനത്തിൽ പ്രതാപചന്ദ്രനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കരുതെന്ന് പരാതിക്കാരി. സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുക്കണമെന്നും മർദ്ദനമേറ്റ ഷൈമോളും ഭർത്താവ് ബെഞ്ചോയും ആവശ്യപ്പെട്ടു. ഞാൻ ആക്രമിക്കാൻ ചെല്ലണം എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ എളിയിരിക്കുക. ഒരു വർഷം എനിക്ക് ആക്രമിക്കാൻ പറ്റത്തില്ല. ഞാൻ കരഞ്ഞ് ഉറക്കെ നിലവിളിച്ചല്ലാണ്ട് അവിടെ ഒന്നും ചെയ്തിട്ടെന്നുള്ള തെളിവ് എൻ്റെ കയ്യിലുള്ളപ്പോൾ എനിക്ക് ആരും ഭയക്കേണ്ട കാര്യമില്ല. അവിടെ ചെന്നിട്ട് തിരിച്ചു പോരുന്നോടം വരെയുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വനിതാ പോലീസുകാരെല്ലാവരും വളരെ മോശമായിട്ടാണ് അയാളുടെ പക്ഷം ചേർന്നിട്ടാണ് നിന്നത്. 2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം ഉണ്ടായിരുന്നു പിടിച്ചു മാറ്റി, എന്നെ ഉപദ്രവിച്ചപ്പോൾ പിടിച്ചു മാറ്റി കൊണ്ടുപോയതൊക്കെ. നടപടിയിൽ സംതൃപ്തിയാണോ? ഇപ്പോൾ അല്പം ഇനിയും നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. ഇതിനിടെ യുവതി മജിസ്ട്രേറ്റ് തല അന്വേഷണം ആവശ്യപ്പെട്ട് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകി. വിശദമായ വാദം കേൾക്കാൻ ഹർജി ജനുവരി 17 പരിഗണിക്കും. ക്രിമിനൽ നടപടി ചട്ടത്തിൻ്റെയും അതിൻ്റെ ഉപവകുപ്പുകളുടെയും പ്രത്യേക റൂൾസ് ഓഫ് പ്രാക്ടീസിൻ്റെയും പരിധിയിൽ നിന്നുകൊണ്ട് പോലീസ് അന്വേഷിച്ചാൽ പോരാ. ഷൈമോള് ഉറച്ചു പ്രഖ്യാപിക്കുന്നു, മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെടുന്നു. മജിസ്ട്രേറ്റ് നേരിട്ട് പ്രതിക്ക് നോട്ടീസ് അയച്ചു കൊടുത്ത് ഈ സ്വാൺ സ്റ്റേറ്റ്മെന്റുകൾക്കും തെളിവുകൾക്കും അധിഷ്ഠിതമായിക്കൊണ്ട് പ്രതിയായ CI പ്രതാപ് ചന്ദ്രൻ ഇപ്പോൾ സസ്പെൻഷനിൽ, അദ്ദേഹത്തെ പ്രതിയായി ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ ബഹുമാനപ്പെട്ട അഡീഷണൽ CJM കോടതിയിൽ നടത്തണമെന്നാണ് ഷൈമോൾ ആവശ്യപ്പെടുന്നത്. തുടർ നടപടികൾ ACGM കോടതിയിൽ മുന്നോട്ട് പോകും. അതേസമയം സ്റ്റേറ്റ് വലിയൊരു തുക കോമ്പൻസേഷനായി നൽകാൻ മാത്രം ഉതകുന്ന തെളിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന്റെ നടപടികളുമായിട്ട് ഹൈക്കോടതിയിലും ഷൈമോള് മുന്നോട്ട് പോകും. അതേസമയം പ്രതാപചന്ദ്രൻ സേനയിലെ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് തെളിയിക്കുന്ന നിരവധി പരാതികളും പുറത്തുവന്നു. 2023 തന്നെ പ്രതാപചന്ദ്രൻ മർദ്ദിച്ചുവെന്ന പരാതിയുമായി സ്വിഗ്ഗി ജീവനക്കാരനായ റിനീഷ് രംഗത്തെത്തി. ഒരു ഉച്ചയ്ക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടൈമായി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് നേരെ അവിടെ കുറേ പേര് ഇരിക്കാറുണ്ട് ആ പാലത്തിൻ്റെ അടിയിലായിട്ട്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 പേര് വന്നിട്ട് പറഞ്ഞ് ചൂരലുകൊണ്ട് വന്നത്
ഇങ്ങനെ തട്ടിയിട്ട് എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ്. അപ്പോൾ മനസ്സിലായി ചിലപ്പോൾ പോലീസുകാർ മഫ്തിയിലായിരിക്കും എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് എന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇതുപോലെ വെയിലായി പോന്നിരുന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് ഈ SHO പ്രതാപേന്ദ്രൻ വന്നെ. എന്നിട്ട് പറഞ്ഞു നിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. ഞാൻ റിനീഷ് എന്ന് പറഞ്ഞു. അപ്പോൾ നിൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ കാക്കനാടാന്ന് പറഞ്ഞു. കാക്കനാടുള്ളവൻ എന്തിനാ എറണാകുളത്ത് തന്നെയെന്ന് ചോദിച്ചു. നമ്മൾ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ വരാൻ പാടില്ല എന്നുള്ള കാര്യം, ഇവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം എനിക്കറിയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഹെഡ്സെറ്റ് എടുക്കാൻ പറഞ്ഞു പുറത്തേക്ക്. അപ്പോൾ ഇങ്ങനെ പോക്കറ്റിൽ ഇങ്ങനെ തള്ളിക്കണേ. അപ്പോൾ ഹെഡ്സെറ്റിൻ്റെ കവർ എടുക്കണ സമയത്താണ് ലാത്തിക്ക് തന്നെ അടിച്ചത്. ഞാൻ പറഞ്ഞു ലാത്തി പെട്ട് അയാളുടെ ലാത്തി ഒടിഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ സാറേ എന്നെ തല്ലണേന്ന് ചോദിച്ചപ്പോൾ മുഖത്തോട്ട് ഒറ്റടി അടിച്ച്. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വിഷമമുണ്ട്, കാരണം കുറേ പേര് നോക്കുന്നുണ്ട്, സങ്കടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അടിച്ചു തന്നെ. അപ്പോൾ എന്ത് വൈരാഗ്യമുള്ള രീതിയിലായിരുന്നു തല്ലിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ആ മുഖത്തിട്ട് തന്നെ നല്ല മുഷ്ടി ചുരുട്ടിയിരുന്നത് അടിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് നല്ല വിഷമമുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ സങ്കടമുണ്ട്, നിങ്ങളാണ് ഈ ക്രിമിനലുകൾ ഉണ്ടാക്കണേന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും എന്നെ തല്ലി. പാലക്കാട് സ്വദേശിയായ യുവനടനും പ്രതാപേന്ദ്രനെതിരെ രംഗത്തെത്തി. കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് കള്ളക്കേസിൽ കുടുക്കി ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. ഞങ്ങളുടെ വണ്ടികൾ ഇവർ സ്റ്റേഷനിലേക്ക് എടുത്ത് കൊണ്ടുവന്ന് നിൽക്കാം എന്നുവെച്ചാൽ ഞങ്ങൾ വണ്ടി അവിടെ നിന്ന് കട്ടുകൊണ്ട് വന്നാന്നുള്ള രീതിയിൽ അത് മോഷ്ടിച്ച വണ്ടിയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വണ്ടിയുടെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്, സാറിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമാണെന്നുണ്ടെങ്കിൽ സാറിന് പരിവാഹനിൽ ചെക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇവർ അതൊന്നും സമ്മതിക്കില്ല, ഇതിൻ്റെ ഒന്നും പരിവാഹം ചെക്ക് ചെയ്യില്ല ഞങ്ങളുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറേ കഴിഞ്ഞപ്പോൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുക അത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഗെയിൻസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സമ്മതിക്കാതെ ഇരിക്കുമ്പോൾ ഇവർ തെരുവിളിയൊക്കെ തുടങ്ങി. തെരുവിളി കുറേ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കൊണ്ടുപോകാനും ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നാട്ടുകാർ നോക്കിയപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലാണ്ടായപ്പോൾ രാഹുൽ എന്ത് ചെയ്തു, അവൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തു. ഇത് ഈ ഷൂട്ട് ചെയ്യണ ആ സമയത്ത് തന്നെ ഈ പ്രതാപേന്ദ്രൻ എന്നുള്ളത് പുള്ളി നേരെ കയറി വന്നിട്ട് ഒറ്റ തല്ലി. ഇവന് തല്ലിയിട്ട് ഈ കണ്ണടയും കൂട്ടിയിട്ട് തല്ലിയിട്ട് അവൻ ഇവിടെ മൊത്തം ഡാർക്ക് ഷെയ്ഡ് എന്ന് വെച്ചാൽ ആകെ ബൾജായിട്ടൊക്കെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനെ നേരെ കൊണ്ടുപോയിട്ട് രാഹുലിനെ കൊണ്ടിട്ട് ബാക്കിലുള്ള ചുമരിൽ കൊണ്ട് ഇടിച്ചു. അതിനുശേഷം എന്നെ ഭയങ്കരമായിട്ട് വലിച്ചു കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള പോലീസുകാരെല്ലാം അവിടെ വന്നിട്ട് ഞങ്ങളതിന് പിടിച്ചെടുത്തിട്ട് ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് തല്ലി, അവിടെ നിന്ന് ചെറിയത്തടിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ നിന്ന് കുറേ തല്ലി. പിന്നെ അവിടെ നിന്ന് വലിച്ചിട്ട് ജീപ്പിൻ്റെ അവിടെ കൊണ്ടിട്ട് രാഹുലിനെ ബൂട്ട് എടുത്ത് അവിടെ നിന്ന് ചവിട്ടി. പിന്നെ എന്നെ മറ്റേ ജീപ്പിൻ്റെ ബാക്കിൽ ഡോറുണ്ട്, ആ ഡോറിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കണ്ടായി. അതുകൊണ്ട് ഈ ലാത്തി വെച്ചിട്ട് തന്നെ ജീപ്പിൻ്റെ ബാക്ക് സെൻറ്ററിലെ സീറ്റ് ഉണ്ട് അവിടെ കിടത്തിയിട്ട് അവിടെ നിന്ന് തല്ലുക, ലാത്തി വെച്ചിട്ട് തന്നെ റോട്ടിൽ നിന്ന് തല്ലുക. നാട്ടുകാർ ഇത് കാണുമ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് പോലീസുകാർ വെക്കിട്ട് കയറി എന്നുള്ളതായി പറഞ്ഞു. ഇതിനിടെ സംഭവം നടന്ന ദിവസത്തെ പോലീസ് സ്റ്റേഷനിലെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നു. നോർത്ത് സ്റ്റേഷൻ SHO പ്രതാപചന്ദ്രൻ സ്ത്രീയെ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച കരണത്തടിച്ച സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുന്നതിനിടെയാണ് SHOയ്ക്കെതിരെയുള്ള നടപടി വന്നിരിക്കുന്നത്. താൽക്കാലികമായി അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. SHOയ്ക്ക് കോടതിയിൽ നിന്ന് ഇവർ ആവശ്യപ്പെടുന്നത് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നേരത്തെയും കേസ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചത്. ഏതായാലും ഈ കേസിൽ അവർ മുന്നോട്ട് പോകുന്നത് ഇതിൽ മജിസ്ട്രേറ്റ് തലത്തിൽ ഒരു അന്വേഷണം പോലീസ് സ്റ്റേഷനിൽ നടന്നത് എന്തെന്നാണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച ഒരു അന്വേഷണത്തിലേക്ക് കടക്കണമെന്നതാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് മതിയായ രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകണമെന്നത് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയും സമീപിച്ചിട്ടുണ്ട്. ആ കേസുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം ഇയാളുടെ ഈ പ്രതാപചന്ദ്രൻ നേരത്തെയും തന്നെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന പരാതിയുമായിട്ട് മറ്റൊരു യുവാവ് കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. അന്ന് ഇയാൾ ഈ നോർത്ത് പാലത്തിന് സമീപം വെച്ച് തന്നെ ചൂരൽവടിക്ക് തല്ലുകയും പിന്നീട് കരണത്തടിക്കുകയും ചെയ്തു എന്ന റിനീഷ് എന്ന പേരുള്ള യുവാവാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഒപ്പം ഇയാൾക്കെതിരെ അന്നും പരാതി നൽകിയിട്ടും മറ്റ് നടപടികൾ ഉണ്ടായില്ല എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു നടപടികളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ പേർ ഈ രീതിയിൽ പരാതികളുമായി വരുന്നു എന്നത് തന്നെയാണ് ഇതിനെ ശ്രദ്ധേയമാക്കുന്നത്. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത പോലീസ് അതിക്രമങ്ങളാണ് LDF ഭരണത്തിൽ നടക്കുന്നതെന്ന് VD സതീശൻ. ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന വിഷയങ്ങൾ അറിയാത്തയാൾ ആഭ്യന്തരമന്ത്രി പദത്തിൽ തുടരുന്നത് എന്തിനാണ്? ഗർഭിണിയുടെ കരണത്തടിച്ച ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ഇടപെടലുകൾ ഉണ്ടായോ എന്ന് ആവശ്യപ്പെട്ട സതീശൻ കേരളം ഭരിക്കുന്നത് തീവ്ര വലതുപക്ഷ സർക്കാരെന്നും ആരോപിച്ചു. ഈ അതിക്രമം ഒരു ഭർത്താവിനെ പിടിച്ചുകൊണ്ടുപോയി നിസാരമായ ഒരു കാര്യത്തിന് ക്രൂരമായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നത് അറിഞ്ഞ ഗർഭിണിയായ ഭാര്യയാണ് കുഞ്ഞുങ്ങളുമൊത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നത്. അവരുടെ മുമ്പിൽ വെച്ചും ഭർത്താവിനെ മർദ്ദിക്കുന്നത് കണ്ടാണ് അവർ ബഹളമുണ്ടാക്കിയത്. അപ്പോൾ അവരോടും ക്രൂരമായിട്ടാണ് അവരെയും മർദ്ദിച്ചത്. ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. ഒരു ഗർഭിണിയായ സ്ത്രീയെ, കുഞ്ഞുങ്ങളുമായി വന്ന സ്ത്രീയെ
ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇത് 2024 ഈ പരാതി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലുള്ള മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയതാണ്. അതിനെക്കുറിച്ച് ഒരു നടപടിയും എടുക്കാതെയാണ് മുഖ്യമന്ത്രി ഇത് ഒളിച്ചു വെച്ചത്. എന്നിട്ട് അന്വേഷണം നടത്തിയെന്നാണ് പറയുന്നത്. അന്വേഷണം നടത്തിയിട്ട് തെറ്റായ വിവരമാണ് ആഭ്യന്തര മന്ത്രിയുടെ കയ്യിൽ കിട്ടിയതെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പോലും അറിയാനുള്ള സംവിധാനം ഒന്നുകിൽ കേരളത്തിലെ പോലീസിലില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ല, അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ടും മനഃപൂർവ്വം ഇത് മറച്ചു വെച്ചു. രണ്ടായാലും ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുകയും ഉത്തരവാദികളായ ആളുകൾക്കെതിരായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം. ഈ 2024 നടന്ന ഈ സംഭവം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കുന്നത്? എന്തിനാണ് അവർ പരാതി കൊടുത്തിട്ടും ഈ പോലീസ് സ്റ്റേഷനിൽ നടന്ന ഈ ക്രൂരമായ അതിക്രമത്തെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ ചോദ്യമുള്ളൂ, എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? അതാണ് ചോദ്യം. കേരള പോലീസിന് ഭ്രാന്ത് പിടിച്ചെന്നാണ് കൊച്ചിയിലെ സംഭവം പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അക്രമ സംഭവങ്ങൾ നിരവധിയാകുന്നുവെന്നും മുഖ്യമന്ത്രിക്ക് പോലീസിന്മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ സ്ത്രീ ഫൈറ്റ് ചെയ്തത് ഈ വീഡിയോ അവർക്ക് ലഭിക്കുമായിരുന്നു. അപ്പൊ കേരളത്തിലെ പോലീസിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഏറ്റവും ക്രിമിനലായ ഉദ്യോഗസ്ഥന്മാരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിയമിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഗുരുതരമായ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പോലീസുള്ള കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. TP കേസ് പ്രതികളിൽ നിന്ന് ഉൾപ്പെടെ പണം കൈപ്പറ്റിയ DIG വിനോദ് കുമാറിനെതിരെ കൂടുതൽ കണ്ടെത്തലുകൾ. തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടകൾക്ക് വേണ്ടിയും വിനോദ് കുമാർ പണം കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. ഓംപ്രകാശുമായും പുത്തൻപാലം രാജേഷുമായും ബന്ധമുള്ളവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് വിനോദ് കുമാറിന്റെ അക്കൗണ്ടിലേക്ക് പണമെത്തി. അതേസമയം വിജിലൻസ് ഡയറക്ടർ പോലീസ് മേധാവിക്ക് വൈകാതെ റിപ്പോർട്ട് സമർപ്പിക്കും. ഉന്നത ഉദ്യോഗസ്ഥനായതിനാൽ അച്ചടക്ക നടപടി എന്തെന്നതിൽ ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുക്കും. വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 ആണ് ഇതുമായി ബന്ധപ്പെട്ട് വിനോദ് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വിശദമായ പരിശോധന നടത്തിയത്. അങ്ങനെ പ്രാഥമികമായി നടത്തിയ പരിശോധനയിലെ കണ്ടെത്തലുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. TP കേസ് പ്രതികളുടെ ബന്ധുക്കളിൽ നിന്നടക്കം ഗൂഗിൾ പേ വഴി പണം കൈപ്പറ്റിയിരുന്നു പരോൾ അനുവദിക്കുന്നതിന് വേണ്ടിയെന്ന്. അതിനുശേഷം വീണ്ടും ഈ പരിശോധനകൾ തുടരുന്നതിനിടയിലാണ് ഓം പ്രകാശിന്റെയും പുത്തൻപാലം രാജേഷിന്റെയും സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകളിൽ നിന്നുകൂടി പണം എത്തിയിട്ടുണ്ട് DIG വിനോദ് കുമാറിന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് എന്ന് വിജിലൻസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് വലിയ തരത്തിൽ ഇങ്ങനെ കാപ്പ കേസ് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അടക്കം വലിയ തരത്തിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട് DIG വിനോദ് കുമാർ എന്നാണ് കണ്ടെത്തൽ. നേരത്തെ തന്നെ പുറത്തു വന്നതുപോലെ ഒന്നുകിൽ ഇവർക്ക് പരോൾ ലഭിക്കുന്നതിന് തൊട്ടു മുമ്പോ അതല്ലെങ്കിൽ പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയതിന് ശേഷമോ ഫോണിൽ വിനോദ് കുമാറുമായി ഇവരുടെ അടുത്ത സുഹൃത്തുക്കളോ ബന്ധപ്പെട്ടതിന്റെ ഫോൺ കോൾ വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, ഇതടക്കമുള്ള കാര്യങ്ങളാണ് വിജിലൻസ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്ര നാളായി വിനോദ് കുമാർ ഇങ്ങനെ പണം കൈപ്പറ്റിയിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുകയാണ്. അത് സ്ഥിരീകരിക്കുന്നതിനോട് വിശദമായി ബാങ്ക് വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന നിലപാടിലാണ് വിജിലൻസ്. അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ കടന്നിട്ടുമുണ്ട്. അതേസമയം നിലവിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര സെക്രട്ടറി അടക്കം കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷമായിരിക്കും സർക്കാരുമായി കൂടിയാലോചിച്ച്, ആഭ്യന്തര വകുപ്പുമായി കൂടിയാലോചിച്ച്, ആഭ്യന്തര വകുപ്പിന്റെ തലവൻ കൂടിയായ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം വിനോദ് കുമാറിന്റെ കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഒരു നടപടിയാണ് വേണ്ടതെന്ന കാര്യത്തിൽ ധാരണയിലേക്ക് എത്തുക. കാരണം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് സമാനതകളില്ലാത്ത കൈക്കൂലി ആരോപണം ഉയരുന്നത്. അതുകൊണ്ട് തന്നെ അത് സേനയ്ക്കാകെ അവമതിപ്പുണ്ടാക്കിയെന്ന നിലപാടിലാണ് ആഭ്യന്തര വകുപ്പ്. ആ പശ്ചാത്തലത്തിലായിരിക്കും കടുത്ത നടപടികൾ വിനോദ് കുമാറിനെതിരെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തുവരുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റവാളിയായ TK രജീഷിന് വീണ്ടും പരോൾ. 15 ദിവസത്തേക്കാണ് പരോൾ ലഭിച്ചിരിക്കുന്നത്. 5 മാസത്തിനിടയിൽ രണ്ടാമത്തെ പരോളാണ് അനുവദിച്ചിരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനാണ് TK രജീഷ്. അതേസമയം സ്വാഭാവിക പരോളാണ് അനുവദിച്ചതെന്നാണ് ജയിൽ വകുപ്പിന്റെ പ്രതികരണം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 4ാം പ്രതിയാണ് TK രജീഷ്.
ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ താണയിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കാണ് ഇതിനു മുൻപ് പരോൾ അനുവദിച്ചിരുന്നത്. എലപ്പുള്ളി ബ്രൂവറിയിൽ സർക്കാരിന് തിരിച്ചടി. ഒയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ അനുമതി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. പുതിയ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് കോടതിയിൽ നിന്ന് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. എലപ്പുള്ളിയിൽ അനുമതി നൽകിയ ബ്രൂവറിക്ക് അനുമതി നൽകിയ നടപടിയാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതിയിലാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് നടപടി നേരിട്ടിരിക്കുന്നത്. സർക്കാർ നൽകിയ അനുമതി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് പുതിയ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബ്രൂവറിക്ക് അനുമതി നൽകിയതിനെതിരെ സമർപ്പിക്കപ്പെട്ട ഒരു കൂട്ടം പൊതുതാൽപര്യ ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇതിൽ തീരുമാനമെടുത്തത്, റദ്ദാക്കുന്ന നടപടികളിലേക്ക് പോയത്. ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശമാണ് നിലവിലുള്ളതെന്നും ഇത് ബ്രൂവറി കൂടി വരുമ്പോൾ അതിൽ നിരവധിയായ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഇതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോഴുള്ള ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്നും പറഞ്ഞിരുന്നു. 600 കോടി രൂപയുടെ നിക്ഷേപവും പ്രതിദിനം 500 കിലോ ലിറ്റർ ഉൽപ്പാദന ശേഷിയുമുള്ള പദ്ധതിയിൽ എത്തനോൾ പ്ലാന്റ്, അതോടൊപ്പം തന്നെ മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഒപ്പം തന്നെ വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി തുടങ്ങിയവയാണ് ഉണ്ടായിരുന്നത്. ആ പദ്ധതിയിൽ അങ്ങനെയാണ് വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ ഇത് നടപ്പാക്കുന്നതോടെ ഈ പ്രദേശം ഒരു മരുഭൂമിയായി മാറുമെന്ന് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു സർക്കാർ ഇത് അനുമതി നൽകുന്നത് അടക്കം ഉണ്ടായിരുന്നത്. 2008 തണ്ണീർത്തട നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശത്താണ് ഇത് തുടങ്ങാൻ തീരുമാനിച്ചതെന്നതാണ് മറ്റൊരു കാര്യം. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതി പരിഗണിക്കുകയും ചെയ്തു. കർഷകരെ അടക്കം വലിയ രീതിയിലേക്ക് പ്രതിസന്ധിയാക്കും എന്നത് ചൂണ്ടിക്കാണിച്ചിരുന്നു. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലാണെങ്കിലും എലപ്പുള്ളി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഈ പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തുടർന്നാണ് സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ഈ അനുമതി നൽകിയ നടപടി റദ്ദ് ചെയ്തിരിക്കുന്നത്. സർക്കാരിന് പുതിയ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് മറ്റ് തുടർ നടപടികളിലേക്ക് നീങ്ങാം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എലപ്പുള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കാനുള്ള സർക്കാർ അനുമതി റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിൽ പ്രതികരിച്ച് മന്ത്രി എം. രാജേഷ് വിധി സർക്കാരിനേറെ തിരിച്ചടിയല്ലെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാർ തീരുമാനം ശരിയാണ്. വാട്ടർ അതോറിറ്റിയുടെ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അനുമതി നൽകിയത്. ആവശ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അപേക്ഷ നൽകിയാൽ പരിഗണിക്കാമെന്നാണ് കോടതി പറഞ്ഞതെന്നും സർക്കാരിനെ കുറ്റപ്പെടുത്തിയില്ല എന്നും എം. രാജേഷ് പറഞ്ഞു. സർക്കാരിന്റെ നടപടി ഈ പറഞ്ഞ ഇവരാരോപിക്കുന്ന ഒരു കാര്യത്തോട് കോടതി യോജിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കോടതി ഇത് റദ്ദാക്കിയത്? കോടതി പറയുന്നുണ്ട് വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാം എന്ന സമ്മതം അറിയിച്ചിരുന്നു. ആ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭ അനുമതി കൊടുക്കുന്നത്. എന്നാൽ പിന്നീട് ഹൈക്കോടതിയിൽ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സമർപ്പിച്ച അഫിഡവിറ്റിൽ അതിൽ നിന്ന് പിന്നാക്കം പോയി എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ സർക്കാർ തീരുമാനം ശരിയാണ്. കാരണം വാട്ടർ അതോറിറ്റിയുടെ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനമെടുത്തത്. കോടതി വിധി തന്നെ അത് പറയുന്നുണ്ട്. ഇടുക്കി ജില്ലാ മുൻ സെക്രട്ടറി കെ ശിവരാമനെ തള്ളി CPI. മാഫിയ പ്രവർത്തനത്തെ തള്ളിക്കളഞ്ഞ പ്രസ്ഥാനമാണ് CPI എന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. നേതാക്കളിൽ പലർക്കും മണ്ണ് ക്വാറി മാഫിയ ബന്ധമെന്നായിരുന്നു ശിവരാമന്റെ വിമർശനം. ശിവരാമന്റെ പ്രസ്താവന സംഘടനാ വിരുദ്ധമെന്നും ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയുടെ ഒരു ഘടകത്തിലും നേരത്തെ അവതരിപ്പിച്ചിട്ടില്ലെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. പാർട്ടിയുടെ അവസ്ഥ പരിതാപകരമാണെന്നും പാർട്ടി മാഫിയകൾക്കൊപ്പം നീങ്ങുന്നുവെന്നും നേരത്തെ ശിവരാമൻ പറഞ്ഞിരുന്നു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയും വിമർശനം ഉന്നയിച്ച ശിവരാമൻ പുതിയ സെക്രട്ടറിക്ക് കീഴിൽ പാർട്ടിക്ക് ചലനമില്ലെന്നാണ് ആരോപിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി ഉന്നയിച്ച അതിജീവിതയെ തിരിച്ചറിയുന്ന തരത്തിൽ വിവരങ്ങൾ വെളിപ്പെടുത്തി അപമാനിച്ചുവെന്ന കേസിൽ സന്ദീപ് വാര്യർക്കും രഞ്ജിത പുളിക്കലിനും ഉപാധികളോടെ ജാമ്യം. തിരുവനന്തപുരത്തെ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി S. നസീറയാണ് ഇരുവർക്കും ജാമ്യം അനുവദിച്ചത്. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, സമാനമായ കേസുകൾ ഉണ്ടാകരുത് എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. ഹർജിയിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ 2 പ്രതികളുടെയും അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ രക്തസാക്ഷികളുടെ പേരിൽ സത്യപ്രതിജ്ഞ
DSU ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് റദ്ദാക്കി VC. നവലോക ക്രമത്തിനായുള്ള പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അനശ്വര രക്തസാക്ഷികളുടെ പേരിലെന്നാണ് സത്യപ്രതിജ്ഞ പറഞ്ഞത്. ഇതോടെ ചടങ്ങിൽ നിന്ന് വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ ഇറങ്ങിപ്പോയി. സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് VCയുടെ നിലപാട്. 2025-26 വർഷത്തെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അമർദേവ് TV എന്ന ഞാൻ ഇന്നേ ദിവസം 18/12/2025 ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയന്റെ ചെയർമാനായി സ്ഥാനമേറ്റെടുക്കും. ഈ അവസരത്തിൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയന്റെ ചെയർമാൻ എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയന്റെ നിയമാവലിക്ക് അനുസൃതമായി നിറവേറ്റുമെന്ന് നവലോക ക്രമത്തിനായുള്ള പോരാട്ടത്തിൽ പാടില്ല. സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് അതിൻ്റെ ലീഗലായിട്ടുള്ള കഴിഞ്ഞ ദിവസമായിരുന്നു കാലിക്കറ്റ് സർവകലാശാലയിലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച SFI ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരുന്നത്. ഇതിലെ സത്യവാചകം നേരത്തെ തന്നെ VCക്ക് ഈ SFI ഭാരവാഹികൾ എഴുതി നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹം അതിൽ ഈ രക്തസാക്ഷികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളത് ഒഴിവാക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അത് അവഗണിച്ച് വീണ്ടും ഇതേ സത്യവാചകം ചൊല്ലിയപ്പോഴാണ് VC ഇടപെടുകയും സത്യപ്രതിജ്ഞ റദ്ദാക്കുകയും ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച TV അമൽദേവാണ് ഈ ഒരു സത്യവാചകം ചൊല്ലിയത്. അതിൽ തന്നെ രക്തസാക്ഷികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം VC ഇടപെട്ട് ഇത് ക്രമപ്രകാരമല്ല, അല്ലെങ്കിൽ ഇത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ചടങ്ങ് അദ്ദേഹം ബഹിഷ്കരിക്കുകയായിരുന്നു. നേരത്തെയും DSU തെരഞ്ഞെടുപ്പ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. UDSFിൻ്റെയും KSUവും MSFും ഈ തെരഞ്ഞെടുപ്പിൽ SFI ക്രമക്കേട് കാണിച്ചുവെന്ന് ആരോപിച്ച് ഇത് ബഹിഷ്കരിച്ചിരുന്നു. പിന്നെ രണ്ടാമത് നടത്തിയ തെരഞ്ഞെടുപ്പിൽ SFI വലിയ വിജയം നേടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാണെങ്കിലും VCയുടെ നിർദ്ദേശം മറികടന്ന്, അല്ലെങ്കിൽ VC നൽകിയ വാചകങ്ങൾ തിരുത്തി വായിച്ച് SFI പ്രവർത്തകർ രക്തസാക്ഷികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ശ്രമിച്ചതാണ് ഇവിടെ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. ഇനി എന്നായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുക എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. കോഴിക്കോട് വടകരയിൽ ബസ് ഡ്രൈവറുടെ അപകടകരമായ ഡ്രൈവിംഗ്. വിദ്യാർത്ഥിനി ബസ്സിനും നടപ്പാതയുടെ കമ്പി കൈവരിക്കുമിടയിൽ കുടുങ്ങി. നാദാപുരം സ്വദേശി ദേവാംഗനയ്ക്കാണ് ഗുരുതര പരിക്ക്. വടകര അഞ്ചുവിളക്ക് പരിസരത്തെ ബസ് സ്റ്റോപ്പിനടുത്താണ് അപകടമുണ്ടായത്. വടകര SN കോളേജ് വിദ്യാർത്ഥിനിയാണ് ദേവാംഗന. നാദാപുരം വടകര റൂട്ടിലെ അഷ്മിക ബസ്സിലെ ഡ്രൈവറാണ് അപകടം. KPCC കോർ കമ്മിറ്റി യോഗം ചേരുന്നു. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, പ്രവർത്തക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും കോർ കമ്മിറ്റിയിൽ ചർച്ചയാകും. മുന്നണി വിപുലീകരണത്തെ സംബന്ധിച്ച ചർച്ചകളും യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. കൊച്ചിയിൽ മേയർ ആരാവണമെന്നതിൽ കോൺഗ്രസിൽ തർക്കം. VD സതീശന്റെ നിർദ്ദേശം അവഗണിച്ചും പരസ്യ നീക്കങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തി. ഷൈനി മാത്യുവിനെ അനുനയിപ്പിക്കാനുള്ള നീക്കവും ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതിനിടെ സഭകളുടെ സമ്മർദ്ദവും ശക്തമാണ്. കൊച്ചി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനിശ്ചിതത്വം തുടരുകയാണ്. കോൺഗ്രസ് പാർട്ടി വൈകാതെ തന്നെ യോഗം ചേർന്നുകൊണ്ട് മേയർ സ്ഥാനാർത്ഥിയെ ആരാകും എന്നത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക്, മേയർ ആരാകുമെന്നത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് സൂചന. അത് വൈകാതെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പോലും ഒരാളിലേക്ക് കൃത്യമായി എത്താൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ലത്തീൻ സഭ കൂടി പരസ്യമായിട്ട് ഒരു വാദമുന്നയിച്ചതോടെ സമുദായ അംഗമാകണമെന്നൊരാഗ്രഹം തങ്ങൾ പ്രകടിപ്പിച്ചതായി അവർ തന്നെ വ്യക്തമാക്കിയത് കോൺഗ്രസ് നേതാക്കളിൽ പലർക്കും തന്നെ ഒരു അസംതൃപ്തി ഉണ്ടാക്കിയതായുള്ള ചില സൂചനകൾ കൂടിയുണ്ട്. കാരണം സഭ വ്യക്തമായി ഇതിലൊരു അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം പോലും നേതാക്കൾക്കിടയിൽ ഉയരുന്നുണ്ട്. ഏതായാലും മേയർ ആര് എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ ചർച്ചകൾ തുടരുകയാണ്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസ് നേതാവും കഴിഞ്ഞ 3 ടൈമുകളായിട്ട് ഇപ്പോൾ കൗൺസിലറായിട്ട് തുടർന്ന VK മിനിമോൾ, അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്നുള്ള ഷൈനി മാത്യു എന്നിവരുടെ പേരാണ്, 3 പേരുടെ പേരാണ് പ്രഥമ പരിഗണനയിലുള്ളത്. ഏതായാലും കുറേ കൂടി അനുകൂലമായൊരു സാഹചര്യം VK മിനിമോളിലേക്ക് എത്തുന്നു എന്ന് സൂചിപ്പിക്കുന്നവരുണ്ട്. അത് പ്രത്യേകിച്ച് സഭയുടെ ഒരു പിന്തുണ പാർട്ടി ഗൗരവമായി എടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ അത് ചില സൂചനകളിലേക്ക് നീങ്ങും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള കൗൺസിലറായവർ തുടരുന്നുണ്ട്. സംഘടനാ പ്രവർത്തനവും പാരമ്പര്യവും എല്ലാമുണ്ട്. രാഷ്ട്രീയപരമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയേണ്ട ഒരു സ്ഥാനം കൂടിയാണ് കൊച്ചി മേയർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മിനിമോളിൽ ചില സൂചനകൾ അനുകൂലമാകുമ്പോൾ ദീപ്തി മേരി
സഭ എതിർക്കുന്ന രീതിയിലേക്ക് വന്നത് അവരെ മനഃപൂർവ്വം അത് ഒഴിവാക്കുവാനാണോ എന്നൊരു ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. സഭ മറ്റ് 2 പേരുകാരും ലത്തീൻ സമുദായ അംഗമാകുമ്പോൾ ദീപ്തിയെ മാറ്റി നിർത്തുന്നത് ചിലരുടെ താല്പര്യങ്ങൾ അതിന് സഭയെ ഉപയോഗിക്കുകയാണ് എന്നൊരു വിമർശനം കൂടി വരുന്ന ഘട്ടം കൂടിയാണിത്. ഏതായാലും അവർക്ക് KPCC ജനറൽ സെക്രട്ടറിയാണ്, നേരത്തെ AICC അംഗമാണ്, ഒപ്പം തന്നെ മുൻ കൗൺസിലറാണ്, സംഘടനാ പാരമ്പര്യവും പ്രവർത്തനവും എല്ലാം തന്നെ ഇവരിലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ദീപ്തിക്ക് മൂലമായ ഒരു സാഹചര്യം നിലവിലുണ്ട്. സംസ്ഥാനത്തെ നഗരങ്ങളിലെ ഖരമാലിന്യ പ്രശ്നത്തിന് ശാസ്ത്രീയവും സുസ്ഥിരവുമായ പരിഹാരങ്ങളെക്കുറിച്ച് അറിവ് പകരുന്ന സ്റ്റോളുമായി കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിൽ സജ്ജമാക്കിയിരിക്കുന്ന സ്റ്റോളിൽ മാലിന്യത്തെ എങ്ങനെ ഭാവിയുടെ ഇന്ധനമായി മാറ്റാമെന്ന അവതരണത്തോടെ വ്യക്തമാക്കുന്ന ബയോ CNG പ്ലാന്റിന്റെ മാതൃകയാണ് വലിയ പ്രത്യേകത. ഒരിക്കൽ മാലിന്യ കൂമ്പാരങ്ങളായി കിടന്ന സ്ഥലങ്ങൾ മനോഹരമായ ഹരിത ഉദ്യാനങ്ങളായി മാറ്റിയ അത്ഭുതം വെർച്വൽ റിയാലിറ്റിയിലൂടെ നേരിട്ട് അനുഭവിച്ചറിയാനുള്ള സൗകര്യവും സജ്ജമാക്കിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കെതിരായ T20 പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. ലക്നൌവിൽ നടക്കേണ്ടിയിരുന്ന 4ാം മത്സരത്തിന് പുകമഞ്ഞു കാരണം ടോസ് പോലും ഇടാതെ ഉപേക്ഷിച്ചിരുന്നു. നിലവിൽ പരമ്പരയിൽ 2-1 മുന്നിലാണ് ഇന്ത്യ. ആദ്യ മത്സരവും 3ാം മത്സരവും ഇന്ത്യ ജയിച്ചപ്പോൾ 2ാം മത്സരം ദക്ഷിണാഫ്രിക്ക ജയിച്ചു. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. ദക്ഷിണാഫ്രിക്കയാണ് ജയിക്കുന്നതെങ്കിൽ പരമ്പര 2-2 സമനിലയാകും. 4ാം T20 മത്സരത്തിന് തൊട്ടു മുൻപ് കാൽവിരലിന് പരിക്കേറ്റ ശുഭ്മാൻ ഗില്ലിന് പകരം സഞ്ജു സാംസൺ ഓപ്പണറായി ഇറങ്ങും. ഇതാദ്യമായാണ് സഞ്ജു പരമ്പരയിൽ കളിക്കുന്നത്. 2020 ക്രിക്കറ്റിലെ നിലവിലെ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യ കിരീടം നിലനിർത്താനുള്ള പോരാട്ടത്തിലേക്ക് ആദ്യ ചുവട് വയ്ക്കുന്നു. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 1:30 ചേരുന്ന സെലക്ഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷം ചെയർമാൻ അജിത് അഗാർക്കർ വാർത്താസമ്മേളനത്തിലൂടെ ടീമിനെ ഔദ്യോഗികമായി അറിയിക്കും. അഹമ്മദാബാദിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ന് നടക്കുന്ന 5ാം T20 പോരാട്ടം ടീം പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള അവസാന പരീക്ഷണ വേദിയാണ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ.